ഒരു പക്ഷേ യു ഡി എഫിന് അധികാരം ലഭിക്കുകയാണെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു നേരിയ സാധ്യത അവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു മേധാവിത്വം ഏത് തരത്തിലായിരിക്കും യു ഡി എഫിൽ പ്രകടമാവുക? ഇപ്പോൾ തന്നെ അവർ ഉപമുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ലീഗ് നേതാക്കൾ പ്രത്യക്ഷത്തിൽ അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെങ്കിലും യൂത്ത് ലീഗ് നേതാക്കളാണ് അക്കാര്യം പറഞ്ഞത്. കാരണം അവരെ കൊണ്ട് പറയിച്ചതാണ്. കാരണം ഞങ്ങൾ പിന്നീട് പറയാം, ഇപ്പോൾ നിങ്ങൾ തുടങ്ങിക്കോ എന്ന രീതിയിലാണ് വിളിപിടിച്ചത്. നമ്മൾ ഈ കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം മുസ്ലിം ലീഗ് നിർണായക മന്ത്രിസ്ഥാനം വിദ്യാഭ്യാസ മന്ത്രി അതായത് പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങളൊക്കെ കൈപ്പിടിയിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വരെയുള്ള ഒരു ചരട് വലി നടക്കുന്നുണ്ട്. എന്നാലും ഈ പോരിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. KP ശിവദാസ് ഉണ്ട്. നമുക്ക് ശിവദാസിനോട് തന്നെ വിവരങ്ങൾ ചോദിക്കാം. ശിവദാസ്, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് UDF അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ എത്രത്തോളം വിലപേശൽ തന്ത്രവുമായി മുസ്ലിം ലീഗ് നേതൃത്വം രംഗത്ത് വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം മുസ്ലിം ലീഗിന്റെ ആവശ്യങ്ങൾ കേരളത്തെ തെല്ലെന്നും ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. കാരണം മലപ്പുറം വിഭജനമടക്കം അവർ മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം നിർണായകമായ സ്ഥാനങ്ങളിൽ, താക്കോൽ സ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗ് മന്ത്രിമാർ എത്തിക്കഴിഞ്ഞാൽ അവർ ഏത് തരത്തിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള കേരളത്തിൻ്റെ ഈ ഒരു മതേതര നിലപാടിനെ പോലും പോറലേൽപ്പിക്കുന്ന ചില തീരുമാനങ്ങളെടുക്കുക, നടപടികളുമായി മുന്നോട്ട് പോവുക എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കൂടി രാഷ്ട്രീയ കേരളം രാഷ്ട്രീയ ഭാവിയെ ഉറ്റുനോക്കുകയാണല്ലേ? തീർച്ചയായും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ UDF അല്പം മേധാവിത്വം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു മേധാവിത്വത്തിൽ ഒരു നിർണായക സ്ഥാനത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം UDF ഭരിക്കുമ്പോഴൊക്കെ തന്നെ അത്തരത്തിൽ നിർണായകമായൊരു സ്വാധീനം മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നു. നിർണായകമായ താക്കോൽ സ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ വ്യക്തമാണ്. ഇത്തവണയും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ UDF അധികാരത്തിൽ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും മുസ്ലിം ലീഗ് തന്നെയായിരിക്കും ഭരണത്തിൻ്റെ കടിഞ്ഞാൺ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. കാരണം മുസ്ലിം ലീഗ് ഇപ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ചരടുവലികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ളവ ആവശ്യപ്പെട്ടിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിക്ക് ഉപമുഖ്യമന്ത്രി പദം നൽകണം എന്നുള്ളത് അണിയറയിൽ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള ചർച്ചയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ മന്ത്രിസ്ഥാനവും മുൻപ് 5 മന്ത്രിമാരായിരുന്നു മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നത് UDF ഭരിക്കുന്ന സമയങ്ങളിൽ. അതിൽ കൂടുതൽ മന്ത്രിമാരെ അവർ ഇത്തവണ ആവശ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. കാരണം മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ അവർ പരമാവധി വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ മന്ത്രിസ്ഥാനം അവർ ആവശ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. കാരണം അത്തരത്തിലുള്ള ചരടുവലികളും നീക്കങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു മതേതരത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ്. കൃത്യമായി തന്നെ അവരുടെ പേരിൽ അടക്കം തന്നെ അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷേ ഞങ്ങൾ മതേതരത്വത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി തന്നെ അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതും അവരുടെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് കഴിഞ്ഞ കാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. KM ഷാജി അടക്കം അവരുടെ പ്രധാനപ്പെട്ട നേതാവാണ് KM ഷാജി. അദ്ദേഹം അടക്കം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മതമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് കൃത്യമായി തന്നെ KM ഷാജി പറഞ്ഞിരുന്നു. അത് അവരുടെ ഒരു ചൂണ്ടുപലകയാണ്. അവരുടെ അജണ്ട എന്താണ് എന്ന് വെളിവാക്കുന്ന കൃത്യമായ ഒരു ചൂണ്ടുപലക കൂടിയാണ് KM ഷാജിയുടെ വാക്കുകൾ. KM ഷാജി മാത്രമല്ല, കോഴിക്കോട് സൗത്തിൽ മത്സരിച്ചിരുന്ന ഫൈസൽ ബാബു അടക്കം അത്തരത്തിൽ മുസ്ലിം മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ എന്നുള്ളത് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ നിരവധി ശിവദാസ് പറഞ്ഞതാണ് ആ ഒരു യാഥാർത്ഥ്യം. കാരണം മതമാണ് വലുത് എന്ന് പറഞ്ഞു വെച്ച KM ഷാജിയുടെ ആ രാഷ്ട്രീയ കക്ഷി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, താക്കോൽ സ്ഥാനങ്ങളിൽ എത്തുകയാണെങ്കിൽ എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ അത് ഇത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തെ എത്തിക്കുമെന്നതാണ് ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അതായത് ഈ മതേതരത്വം പറയുന്ന ആ പാർട്ടിയും അതിനൊപ്പമാണ് ഈ മതമാണ് പ്രശ്നമെന്ന് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെയും പ്രശ്നം മതം തന്നെയാണെന്ന് പറയേണ്ടി വരും.